എല്ലാവർക്കും ഫോട്ടോഷോപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, അതേപോലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരൊക്കെ ശ്രദ്ധിച്ചിരിക്കും, ഒരു ഇമേജിൻ്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോട്ടോഷോപ്പ് എന്താണ് അവിടെ ചെയ്തതെന്ന്. അതായത് ഫോട്ടോഷോപ്പ് ആ ഇമേജിൻ്റെ എല്ലാ പിക്സലുകൾക്കും ഒരേപോലെ ഒരു നിശ്ചിത വാല്യൂ ആഡ് ചെയ്ത് ആ ഇമേജിനെ മൊത്തത്തിൽ ബ്രൈറ്റ് ചെയ്തു. ശരിക്കും നമ്മൾക്ക് അങ്ങനെയാണോ വേണ്ടത്? നമുക്ക് പല സന്ദർഭങ്ങളിലും, അതായത് നമ്മൾ ഫോട്ടോഷോപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾക്ക് ഷാഡോസ്, മിഡ്ടോൺസ്, ഹൈലൈറ്റ്സ് ഈ ഏരിയകളിൽ, അതായത് ഷാഡോസിലുള്ള പിക്സൽസിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യണം, അതേപോലെ മിഡ്ടോൺസിലുള്ള പിക്സൽസിനെ കൺട്രോൾ ചെയ്യണം, അതേപോലെ ഹൈലൈറ്റ്സിലുള്ള പിക്സൽസിനെയും സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യണം. അതായത് അതിൻ്റെ വാല്യൂസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. അതിനുവേണ്ടി ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ടൂളാണ് ലെവൽസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസിൽ പ്ലേലിസ്റ്റുകളുണ്ട്, അതുപ്രകാരം കാണാൻ ശ്രമിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കോൺ എനേബിൾ കൂടി ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണും റീസെൻറ്റ് ഫയൽസ് നിറയെ വന്നിട്ടുണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഓപ്പൺ ചെയ്ത കുറേ റീസെൻറ്റ് ഫയൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ഫയലിൽ പോകുക, ഓപ്പൺ, റീസെൻറ്റ് സെലക്ട് ചെയ്യുക, ക്ലിയർ റീസെൻറ്റ് ഫയൽ ലിസ്റ്റ് കൊടുത്താൽ ക്ലിയർ ആവുന്നതാണ്. ഞാനിവിടെ ഓപ്പൺ കൊടുത്ത് ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് ആ ഇമേജിൻ്റെ കൺട്രോള് ജെ കീബോർഡിൽ അമർത്തി കൊടുത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നേരെ മുകളിൽ ഇമേജ് മെനുവിൽ പോകുന്നു, അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നു, ലെവൽസ്. ഇപ്പോൾ ഈ മെനുവിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ പ്രീസെറ്റ്സ്, അതായത് ഫോട്ടോഷോപ്പ് അതിനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് പ്രീസെറ്റ്സ് നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളത് ഇത് ഉപയോഗിക്കാൻ നിൽക്കേണ്ട. അതേപോലെ ഇവിടെ ഓക്കെ, ക്യാൻസൽ, ഓട്ടോ, ഈ ഓട്ടോ ഫങ്ഷന് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ലെവൽസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് ഒരു ഔട്ട്പുട്ട് തരുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും അത് എപ്പോഴും വർക്കാകണം എന്നില്ല. അതുകൊണ്ട് നമ്മൾക്കത് മാനുവലായിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതാ ഇവിടെയായിട്ട് ഇൻപുട്ട് ലെവൽസ്, അതിൻ്റെ തൊട്ട് സൈഡിൽ ഔട്ട്പുട്ട് ലെവൽസ്. ഇൻപുട്ട് ലെവൽസ് നോക്കിക്കഴിയുവാണെങ്കിൽ നിങ്ങൾ കാണും ഇവിടെ ഒരു ഹിസ്റ്റോഗ്രാം കാണാവുന്നതാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഡാർക്കായിരിക്കും, നേരെ ഓപ്പോസിറ്റ് സൈഡ് ബ്രൈറ്റ് ആയിരിക്കും. അതായത് ഷാഡോസ്, അതിൻ്റെ സെൻറ്ററിൽ മിഡ്ടോൺസ് ഒരു ടാബ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ റൈറ്റ് സൈഡിൽ ഹൈലൈറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൽ ഈ ഗ്രാഫിൻ്റെ നമ്മളെ ഈ ഇമേജ് നോക്കിക്കഴിയുകയാണെങ്കിൽ തന്നെ മനസ്സിലാകും, ഈ ഇമേജ് ടോട്ടലി ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ഇമേജാണ്. അതുകൊണ്ട് അതിൻ്റെ പിക്സൽ റേഞ്ചസ് ഈ മിഡ്ടോൺസിനും ഹൈലൈറ്റ്സിനും ഇടയ്ക്ക് ഇതുണ്ടോ, ഇത് ഏകദേശം ഇവിടെയാണ് കാണുന്നത്. നേരെ തിരിച്ച് നമ്മൾക്ക് ഇതൊരു ഡാർക്കായിട്ടുള്ള ഇമേജും ഡാർക്കും, ഈ സ്കൈ ഇവിടെ വൈറ്റായിട്ട് നിൽക്കുന്നു, ഇവിടെയെല്ലാം ഡാർക്കായിരുന്നെങ്കിൽ ഇവിടെ പകുതി ഇവിടെ വൈറ്റിൽ അല്ല ഹൈലൈറ്റ്സിലും കാണിക്കും, അതേപോലെ പകുതി ഇവിടെ ഷാഡോസിലും കാണിക്കും. ഇതിൻ്റെ നേരെ താഴെ ഔട്ട്പുട്ട് ലെവൽസ്. ഇവിടെ നിങ്ങളൊരു കാര്യം നോക്കിയിട്ടുണ്ടാവും, വാല്യൂസ് 0 to 55. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഫോട്ടോഷോപ്പ് ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്തപ്പം അതിൻ്റെ കൂടെ ഒരു നിശ്ചിത വാല്യൂ ആഡ് ചെയ്തെന്ന്. നമ്മൾക്ക് എവിടെ നിന്നാണ് ഈ 0 to 255 വാല്യൂസ് കിട്ടുന്നത്? അതായത് ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റുകൾ ചേർന്നതാണ് ഒരു ബൈറ്റ്. അതേപോലെ ഇതിൻ്റെ വേരിയൻസ് 0-1, കമ്പ്യൂട്ടറിനാകാൻ മനസ്സിലാകുന്നത് 0-ഉം 1-ഉം, വേരിയൻസ് 2, അതുകൊണ്ട് 2⁻8 256. അതായത് 256 ഡിഫറെൻറ്റ് വേരിയൻസ് ഉണ്ടാകും ഒരു ബൈറ്റിൽ. അപ്പോൾ ഇവിടെ നോക്കുന്നുണ്ട് 0 to 255 കാണുന്നുള്ളൂ, അതായത് 0 കൂടി കൗണ്ട് ആകുന്നതായിരിക്കും. അതുകൊണ്ട് 0 to 255. ഇതിൻ്റെ മിഡിൽ പോയിൻ്റ്
128, അതായത് 256ൻ്റെ മിഡിൽ പോയിൻറ്റ് 128. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ ഷാഡോസിലിരിക്കുന്ന ഈ ടാബിനെ കുറച്ച് മുമ്പോട്ട് കൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇമേജ് ഡാർക്കായി വരുന്നു. അതിൻ്റെ ഇതെങ്ങനെ ഡാർക്കാകുന്നു, അതായത് ഔട്ട്പുട്ട് ലെവൽസ് നമ്മൾ ഇവിടെ ഔട്ട്പുട്ടിനെ കമ്പയർ ചെയ്യും. അതായത് ഇവിടെ 0 ആണ്. ഈ 0നെ കണ്ടോ, ഇവിടെ ഈ പിക്സൽസിൻ്റെ ഏരിയ കാണിക്കുന്നത് കണ്ടോ, ഇതിനെല്ലാം ഫോട്ടോഷോപ്പ് 0യിലോട്ട് കൊണ്ടുവരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഡാർക്കായിട്ടുള്ള ഏരിയാസിലെ പിക്സൽസിനെ പിന്നെയും ഡാർക്കാക്കും. അതിൻ്റെ വാല്യൂസ് 0യിലോട്ട് കൊണ്ടുവരും. അപ്പോഴെന്താ സംഭവിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഇവിടെ എവിടെയൊക്കെയാണോ ഡാർക്ക് ഏരിയാസ് ഉള്ളത് ആ ഏരിയാസ് മാത്രം ഡാർക്കായി വരുന്നു. കണ്ടോ, ഈ കല്ലുകളും ഇതൊക്കെ ഇത് മാത്രം ഡാർക്കായി വരുന്നു. ഞാനിവിടെ ഒരു പോയിൻ്റ് സെറ്റ് ചെയ്യുന്നു. അതേപോലെ ഇനി ഹൈലൈറ്റ്സിൽ പോകുന്നു. ഇത് മെല്ലെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോഴിത് ബ്രൈറ്റായിട്ട് വരുന്നു. എന്തുകൊണ്ട് ബ്രൈറ്റ് ആകുന്നു, താഴെ 255 എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. ഫോട്ടോഷോപ്പ് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന ഈ ഇത്രയും ഏരിയയിലുള്ള പിക്സലുകളെ 255ലേക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അത്രയും ഭാഗത്തുള്ള പിക്സൽസ് ബ്രൈറ്റപ്പ് ആകുന്നു. ഞാനിതെന്തായാലും കുറച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി മിഡ് ടോൺസിനെ നമ്മൾക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മൂവ് ചെയ്യാവുന്നതാണ്. ഇതിപ്പം ഞാൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഇമേജ് കുറച്ചുകൂടി ഡാർക്കായിട്ട് വരുന്നതായിട്ട് കാണാം. ഞാനിതിനെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്രൈറ്റ് ആകുന്നു. ഈ പ്രിൻസിപ്പിൾ പ്രകാരം തന്നെ താഴെയുള്ള വാല്യൂ കമ്പയർ ചെയ്ത് ഞാൻ ഇതൊരു സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ചാനൽ RGB ആണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കളർ സെറ്റിങ്സ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, റെഡ് എടുക്കുക, റെഡ് കളറ് ഷാഡോസിലുള്ളതും മിഡ് ടോൺസിലുള്ളതും ഹൈലൈറ്റ്സിലുള്ളതും സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഗ്രീൻ കളർ, ബ്ലൂ കളറും ആവശ്യത്തിന് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റിങ്സ്. ഇവിടെ 3 കളർ പിക്കേഴ്സ് കാണാം. ഇതെല്ലാം അങ്ങനെ തന്നെ വിട്ടേക്കുക, അതിൻ്റെ പ്രാധാന്യമൊന്നും ഇല്ല. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതാണ് ബിഫോർ ഫോട്ടോ ഓപ്പൺ ചെയ്തത്, ഇത് ആഫ്റ്റർ. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കളർ ടെമ്പറേച്ചർ ഇതൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോഴെല്ലാവർക്കും ലെവൽസ് എന്ന ഓപ്ഷൻ എങ്ങനെ വർക്കാവുമെന്ന് മനസ്സിലായില്ലേ? ഇനി ഇത് വളരെ സിമ്പിളായിട്ട് വേറൊരു രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയും. അതായത് ഞാൻ ഹിസ്റ്ററി പാനലിൽ പോകുന്നു, നമ്മൾ ഓപ്പൺ ചെയ്ത ഇമേജ് ഓപ്പൺ ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തു. ഞാനിവിടെ ഇനി ഇമേജിൽ പോകുന്നു, അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നു, ലെവൽസിൽ വരുന്നു, RGB സെലക്ട് ചെയ്ത് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഹൈലൈറ്റ്സിൽ ഇങ്ങനെ ഈ ടാബ് നമ്മുടെ ഈ ഇമേജ് ജസ്റ്റ് അതിൻ്റെ
എഡ്ജസ് എല്ലാം കാണുന്ന രീതി വരുന്നവരേക്കും മൂവ് ചെയ്യുക. അതേപോലെ ഷാഡോസിലെ ടാബും ആൾട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ചെറുങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വിടുക. പിന്നെ മിഡ് ടോൺസ് നിങ്ങൾക്ക് ആവശ്യപ്രകാരം സെറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇത് ബിഫോർ ഫോട്ടോ, ഇത് ആഫ്റ്റർ ഫോട്ടോ. ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതല്ലേ. അതുപോലെ ലേഔട്ടിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ വിൻഡോസിൽ പോവുക, വർക്ക് സ്പേസിൽ വരിക, എസെൻഷ്യൽ ഡീഫോൾട്ടായിട്ട് സെലക്ട് ചെയ്തോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം റീസെറ്റ് എസെൻഷ്യൽ കൊടുക്കുക.